ഗായ്സ്, അപ്പൊ നമ്മളിതാ യാശുട്ടന്റെ കുളിയും കളിയും എല്ലാം കഴിഞ്ഞ് ഫുള്ള് കുരുത്തക്കേട് എന്ന് പറഞ്ഞാല് ഇതാണ് അവസ്ഥ. ഒരു സമയം കഴിഞ്ഞാല് പിന്നെ അവനെ പിടിച്ചാ കിട്ടൂല. നമ്മളിതാ ജസ്റ്റ് പുറത്തോട്ട് പോവാന്ന്, പാർലറിൽ പോണം. എനിക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്, സ്പാ ചെയ്യണം, ഐബ്രോസ് എടുക്കണം. യാശുട്ടനെ വീട്ടിലാക്കിട്ട് പോവാന്ന് വിചാരിച്ചു, പക്ഷെ അമ്മക്കെട്ടിന്റെ പണി കൊടുക്കുവാന്. അതുകൊണ്ട് നമ്മൾ തന്നെ എടുത്ത് പോക്കിരീന. വീഡിയോസ് എല്ലാം നോക്കുന്നവർക്ക് എന്തെങ്കിലും അറിയോ? വണ്ടി പോകുന്നുണ്ട്, അവന് ബാക്കിലോട്ട് പോണെന്നതാ. കണ്ടാ കണ്ടാ കൊടുത്തു യാശു, കണ്ടാ കുരുത്തക്കേട് കണ്ടാ? എന്റെ മടിന്ന് നേരെ ബാക്കിലോട്ട് ചാടി. അടങ്ങിയിരിക്കുകയല്ലേ ഇപ്പം, കുരുത്തക്കേട് അടക്കണ്ട തുള്ളി കളിക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ ബാക്കിൽ ഇരുന്ന് അവൻ ഇങ്ങനെ നോക്കേണ്ടി വരുവാനാ. ചിലപ്പോ ഓള് ബാക്കിൽ ഇരുന്നാ ഇവൻ ഫ്രണ്ടിൽ ഇരുന്നേ. ഇതെല്ലാം കുരുത്തക്കേടാണ്. മുമ്പ് അത്ര ഉണ്ടായിട്ടല്ല ചേട്ടാ, വലുതാകുന്ന കുരുത്തക്കേട് കൂടിക്കൊണ്ട് വരുന്നുണ്ട്. കുറച്ച് കുരുത്തക്കേട് ഉണ്ടാന്നൊക്കെ പറഞ്ഞ് കേൾക്കാം, പക്ഷെ ഇവന്റെ കുരുത്തക്കേട് കുറച്ച് കൂടുതലാണ്. ഞാൻ ചെറുപ്പത്തില് പാവായിരുന്നു കേട്ടോ. ഞാൻ അതിനേക്കാളും പാവായിരുന്നു. അല്ല ഇതില്ല, എനിക്ക് പിടിക്കാൻ ശരിയാന്നില്ല രാശുട്ടാ. അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഇനിയിപ്പോ അവനെ ശ്രദ്ധിച്ചിട്ട് ശരിയാവൂല. ബ്രേക്ക് ഇടുമ്പോ സെക്കൻഡ് മുമ്പിലിരിക്കുന്നുണ്ടാവും ചിലപ്പോ. ശരി എന്നാല് വണ്ടി പാർക്ക് ചെയ്ത് നമ്മളിതാ പാർലറിലോട്ട് പോവാണ്. യാശു നീ എവിടെ പോന്നേ? നമ്മുടെ സ്വന്തം റേ മേക്കപ്പ് സ്റ്റുഡിയോ. എങ്ങനെ ചേച്ചി ക്യാമറ ഉണ്ട്, ക്യാമറ ഉണ്ട്. എന്ത് വേണ്ട കുഞ്ഞിക്ക്? എന്ത് വേണ്ട? കുറച്ച് ടൈം എടുക്കും വരണമെങ്കിൽ. കാണാൻ പ്രായമുണ്ട് യാശുവിന്റെ അതേ വയസ്സാണ്. ഒരു പറ്റിയ കൂട്ടാണ്. അമ്മ എന്താക്കുന്നേ കുഞ്ഞെ? അമ്മ എന്താക്കുന്നേ? വെള്ളം അതിൽ കളിച്ചോണ്ടായിരിക്കും കൊറേ സമയം. എണീക്കുന്നേയില്ല ലാസ്റ്റ്. അങ്ങനെല്ലാം എടുത്തിട്ട് വന്നേ. ഇന്നലെ മേടിച്ചത്. അങ്ങനെ ഗൈസ് ദശിനുവിന്റെ വർഷത്തിലൊഴിക്കുള്ള കുളി ഇവിടെ അങ്ങനെ നടക്കുകയാണ് ഗൈസ്. അല്ലടാ അമ്മ കുളിക്കലുണ്ടോ കുഞ്ഞ്? വീട്ടില് കുളിക്കലുണ്ടോ അമ്മ? നോ. അങ്ങനെ ഇനി ഇവനെ നോക്കലായിരിക്കും ഇവിടെ മെയിൻ നമുക്ക് പണി ഉണ്ടാവും. അതാ എന്താക്കുന്നേ അമ്മ? എന്താക്കുന്നേ? ഷാമ്പു തേക്കുന്നേ. അമ്മ ഷാമ്പു തേക്കുന്നുണ്ടോ പിന്നെ? പോയാണ് അല്ലേടാ? ഷാമ്പു തേക്കുന്നുണ്ടാ? അമ്മ ഉണ്ടാക്കുന്നുണ്ട്. എന്താക്കുന്നുണ്ട് അമ്മ? ഷാമ്പു തേക്കുന്നുണ്ടോ? എല്ലായിടത്തും ഓടിക്കളിക്കണം, ഓടിക്കളിക്കും. ചാടിക്കളിക്കടാ കുട്ടിരാമ. ഇങ്ങോട്ട് വാ. അവ ഡോർ അടിക്കട്ടെ, ഡോർ. വേമ്പാ. അന്ത ബയർ കെട്ടും. ആടേണ്ട ഗൂങ്ക കാണിച്ചെന്ന പാപ്പക്ക് കൊടുത്തു. ഏത് ഗൂങ്കമ്മ? ഗൂങ്ക കൊടുത്തു. ഇത് കണ്ടിട്ട് പറയുന്ന യാശു ഗൂങ്കലും. ഗൂങ്കയാ? ഗൂങ്കണ്ടാ? ഗൂങ്ക. അടുത്ത രണ്ട് കോമ്പും പിടിച്ചോണ്ട് അതിലീല ഓടുന്നുണ്ട്. ഇവനിവിടെ വന്നാലേ ഇതന്നെ എല്ലാം കിട്ടിയ സാധനം എല്ലാം വലിച്ചു കളിക്കണം. അവന് കളിക്കാനുള്ള സാധനം മുടിയെല്ലാം വരുന്നുണ്ട്. കളിക്കാനുള്ള സാധനങ്ങളാണ് ഇടയിലെല്ലാം. അല്ലേടാ? മെയിൻ അവൻ്റെ കളിക്കുട്ടുകാരനാണ് ഇത്. അവനെ കൊണ്ടുപോയിക്കോ. ചേച്ചി നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് ചിന്നുൻ്റെ ഹെയറിൽ?
ആ അപ്പോൾ നമ്മൾ ഈ അടുക്ക് ഇൻസ്റ്റയിലെല്ലാം കുറേ ആൾക്കാരെ സ്റ്റോറി ഇടുമ്പോൾ ചോദിച്ചിട്ടുണ്ടായിന് എന്താണ് ചിന്നു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഹെയറിൽ. അപ്പോൾ പ്രോട്ടീൻ സ്പാ ഇത് മന്ത്ലി ഒരിക്കൽ അല്ലെങ്കിൽ 2 വട്ടം ചെയ്താൽ നല്ലതല്ലേ നമ്മളെ മുടിയെല്ലാം. മറ്റേ ഇത് കെമിക്കൽ ഇല്ലാത്തതല്ലേ, കെമിക്കൽ ഫ്രീ ആണിത്. നമ്മളെ ഹെയർ കുറച്ചും കൂടെ നല്ല സ്മൂത്ത് ആയിരിക്കാനും ഹെൽത്തി ആയിരിക്കാനും നമ്മളെ രജിയേച്ചിനെ പോലെ കണ്ട മുടി കണ്ട സ്വാമിജീനെ പോലെ കെട്ടിയിട്ട് കുംഭവ അതുപോലെ തിക്കായി നിൽക്കണമെങ്കിൽ ഇതിങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് ചെയ്യണം. അപ്പോൾ അത് നമ്മളെ എന്താ മുടിക്ക് നല്ലതാണ്. വന്ന് 2 കോലം കൊണ്ട് അപ്പനിൽ പൈസ ഇല്ല ഇതിൻ്റെ ഒന്നും കൊടുക്കാൻ അളവക്ക് പേടിപ്പിക്കാനോ പേടിപ്പിച്ചവൻ ആരെപ്പുരം പോയില്ല പേടിപ്പിച്ച ആളപ്പുരം. അല്ല പപ്പനിൽ പൈസ ഇല്ലാറപ്പോ വെച്ചതാൻ നല്ല കുഞ്ഞി നല്ല കൂടി പോയി എൻ്റെ ആടുന്ന് വേറെ ബെൽറ്റ് പെറുക്കി വരുമ്പോ എന്താ ആടില്ലേ അതുപോലെ കിട്ടുന്നുണ്ട് കയ്യിൽ നിന്ന് വരുന്നു പട്ടേന്ന് കിട്ടുന്നു മുഖത്തേക്ക്. ഉമ്മപ്പ ആദ്യം ഞങ്ങൾക്ക് 2 മാത്രമേ ഉണ്ടായിട്ടു പുളി കിട്ടുന്നത് ഞങ്ങൾക്ക് ചിന്നു. ഇപ്പൊ എല്ലാവരും ഏകദേശം കിട്ടാൻ തുടങ്ങി എല്ലാവർക്കും. കുഞ്ഞെ കുട്ടികളായിക്കൂടാ എന്താക്കുന്നമ്മ അമ്മ എന്താക്കുന്നേ എന്തത് വെച്ചത് എന്ത് വെച്ചത് എന്ത് വെച്ചത് അയ്യോ അയ്യോ നോക്കുന്നേ എന്തമ്മത് ചട്ടിയാ ചട്ടി വെച്ചാ മതി തനക്ക് നോക്കി ചട്ടി അങ്ങനെ ചട്ടി ഒന്ന് പറയണ്ട അതാ രജന വല്യമ്മയില്ലേ തല്ലു. അങ്ങനെ പോയി മുകളിലേക്ക് തന്നെ പോവും. നമ്മൾ ടാറ്റ കൊടുക്കണം പിന്നെ വരണ്ട അമ്മ പിന്നെ അമ്മ പോവാ 2 ആളും. ബായ് പറ നമുക്ക് ടാറ്റ പറയണം. ഉമ്മല്ല എന്താന്നു പോയിക്കോന്ന് പപ്പന്റെ മുഖം നോക്കി വന്നിപ്പോ എന്തായി എന്തായിട്ടാ കഴിഞ്ഞതിന്. അപ്പൊ സുന്ദരനായില്ലേ സുന്ദരനായി പറ കുഞ്ഞി. അപ്പൊ എന്റെ മുഖം കഴുകുന്ന കുഞ്ഞി മുഖല്ലേ അപ്പൊ മുഖ വെയിലത്തെല്ലാം പോയിട്ട് ഇങ്ങനെ കരിവണ്ട് പോലെ ആയിട്ട് പപ്പ നിനക്ക് മനസ്സിലാവും. ആ സ്ഥലത്ത് അവിടെ പോയിട്ട് 3 ദിവസം പോയിന് രാവിലെ വൈകുന്നേരം. ഞാൻ പണിയെടുത്തിട്ട് അങ്ങനെ അവിടെ നിന്ന് നോക്കാൻ മാത്രം. പക്ഷെ ഇങ്ങനെ ആയിപ്പോയി. പോയി എന്നതാ ചിന്നുവിന്റെ ഹെയറിന്റെ ചിന്നുനെ ചൂടാവാൻ വെച്ചിന്. ചിന്നുനെ ചൂടാവുന്ന തക്കത്തിൽ എന്നതാ ഡീറ്റാൻ്റെ സാധനം ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് വെയിലിൽ വന്നിട്ട് വെയിലിൽ കൊണ്ടിട്ട് മുഖല കറുകുന്നതിന്. അപ്പോൾ അതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡീറ്റാൻ ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ ഇത് യാഷ്മനയുടെ സെറ്റാണ്. വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് ഹെയർ ഡ്രൈ ചെയ്യാണ് ഗൈസ്. അങ്ങനെ ചിന്നുവിൻ്റെ പ്രോട്ടീൻ സ്പാ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. പിന്നെ ഹെയർ കുറച്ച് താഴത്തെ ഒരു ലെങ്ത്ത് കുറച്ച് കട്ടാക്കിയിട്ടുണ്ട്. കോല് പോലെ ഇല്ലാണ്ട് തിരിഞ്ഞെന്ന് അതെ ഇതൊന്ന് അതിൻ്റെ ഇടയിൽ ചിന്ന വീടുകളിലെടുക്കാൻ പോയി റീലൊക്കെ എടുത്തു. നമ്മുടെ ആ കുഞ്ഞു രജീഷിൻ്റെ മടിയിൽ കിടന്നുറങ്ങുന്നു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവർ ഇറങ്ങേണ്ട സമയം കഴിഞ്ഞു ഗൈസ്. നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെയും ഡിലേ ആക്കിയത്. അപ്പോൾ ഞങ്ങൾ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. നന്ദി മാത്രമേ ഉള്ളൂ അല്ലേ. അങ്ങനെ നമ്മളത് എന്താ പറയാ യാഷുമോനെ ചിന്നുവിന്റെ അമ്മേന്റെ കയ്യിൽ കൊടുത്തിട്ട് അതിലില്ല പാർലറിൽ പോയിട്ട് നേരെ വീട്ടിൽ പോയി. അപ്പോൾ അച്ഛൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. നമ്മളിവിടെ നാട്ടിലൊരു ഉത്സവം നടക്കുന്നുണ്ട് അടുത്തൊരു അമ്പലത്തിൽ. അമ്മ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മള് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ യാഷിട്ട് ഓടിയിട്ട് ഒരു കാര്യമില്ല. എന്തായാലും പുറത്തത്തെ പിന്നെ നമ്മൾ വിചാരിച്ചു രാജേട്ടന് എന്തായാലും അമ്പലത്തിൽ കയറാൻ പറ്റില്ല പോലെയുണ്ട്. അപ്പോൾ ജസ്റ്റ് അവിടെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിനി. അപ്പോൾ
ജസ്റ്റ് അവരെ കൊടുത്തിട്ട് അമ്മേൻ്റെ അടുത്ത് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു. ഇനി കഴിക്കാം. പോകുമ്പോൾ ജസ്റ്റ് അവിടെ കയറിയിട്ട് നമ്മൾ വീണ്ടും വീട്ടിൽ പോകും. അപ്പോൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഗൈസ് അപ്പം ഫുഡ് എത്തി. ചിക്കൻ ഉണ്ടാവും, എല്ലാം ഉണ്ട് ഗൈസ്. പൊറോട്ട. ഇവിടെ ഈ സൗണ്ടും ചിലപ്പോൾ ഒന്നും കേൾക്കണമെന്നില്ല, വണ്ടി ഇങ്ങനെ പോകുന്ന കാരണം. മറ്റേ നമ്മൾ മൈക്ക് വാങ്ങിച്ചിട്ട് അത് എടുക്കായിരുന്നു അല്ലേ, അപ്പോൾ കറക്റ്റ് വോയിസ് കിട്ടിയേനെ. ഇനി നെക്സ്റ്റ് ടൈം എല്ലാം വ്ളോഗ് ചെയ്യുമ്പോൾ അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കാം. ഏത് ഫ്രൈയാ കറിയാ ടേസ്റ്റല്ലോ? ഞങ്ങൾ ചെയ്യുന്ന ഫുഡ് ഉണ്ട് അതല്ലേ. നമ്മൾ ഈ ഒരു സാധനം ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് വെറൈറ്റി സാധനമാണ്. ഗ്രേപ്പ് സോഡ, ഇത് പൈനാപ്പിൾ സോഡ അല്ലേ? പൈനാപ്പിൾ സോഡ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. ഇത് ഇഷ്ടമായപ്പോൾ ഇപ്രാവശ്യം ഒന്ന് ഫ്ലേവർ മാറ്റി നോക്കി നമ്മൾ. പിന്നെന്താ, പിന്നെ ഇപ്പം എല്ലാം നെയ്പ്പത്തിലായാലും ഫ്രൈ ആയാലും എല്ലാം നൈസാണ് അല്ലേ? അമ്മമ്മയുടെ പോയി അത് തൊട്ടൂടാ പൊന്നെ. ഇതാ ഗൈസ്, അങ്ങനെ നമ്മളിതാ യാശുവിനെ അമ്മൻ്റെ നിന്നൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് തിരിച്ചു വന്നു. കുറച്ചു നേരം അവിടെ വന്നിട്ട് സംസാരിച്ചു. അതെ, അങ്ങനെ സമയം പോയി. ഇനിയിപ്പം എല്ലാരും രണ്ടുപേരും ഉറക്കുന്നു. സമയം എത്ര 12 മണിയായി. പിന്നെ ഈ ചെക്കനെ ഉറങ്ങണമെങ്കിൽ 2 മണി 1 മണിയല്ലോ. ഉറങ്ങുന്നില്ല, ഒരു പ്രതീക്ഷയിലാണ്. ഞാൻ 2 റൗണ്ട് പിന്നെ ഇങ്ങനെ അടിച്ചു ഞാൻ ഉറങ്ങാൻ വേണ്ടി. ഉറങ്ങുന്നില്ല, നമ്മളെ ഇനിയിപ്പോ 2 മണി കൊണ്ടെത്തിക്കും തോന്നുന്നുണ്ട്. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പം പോവാ. ഞങ്ങള് ഇന്നത്തെ ഒരു വീഡിയോ ഉറങ്ങിക്കോ പറ, ചാച്ചിക്കോ പറടാ. അപ്പൊ ഓക്കെ ഗൈസ്, നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ. എനിക്ക് ഉറക്കം വരുന്നു. ഓക്കെ ഗൈസ്, ബൈ.